കഴിഞ്ഞ 5 വർഷമായി ടാറ്റ മോട്ടോഴ്സ് തന്ന റിട്ടേൺ 400%. അതായത് 5 വർഷം മുൻപ് നിങ്ങൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർ വാങ്ങിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ പൈസ 5 ഇരട്ടിയായിട്ടുണ്ടാവും. എന്നാൽ കഴിഞ്ഞ 6 മാസത്തിൽ ഇതേ സ്റ്റോക്ക് തന്ന റിട്ടേൺ -40% ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ 6 മാസമായിട്ട് താഴേക്ക് ഫോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു ഫോൾ ഇനി അങ്ങോട്ടും കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ഇത് ടാറ്റ മോട്ടോഴ്സ് വാങ്ങാൻ ഒരു നല്ല സമയമാണോ? ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പിന്നെ ഈ വീഡിയോ ഒരിക്കലും ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ആയിട്ട് കരുതരുത്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു കേസ് സ്റ്റഡി ആയിട്ട് മാത്രം ഈ ഒരു വീഡിയോ നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രശ്നം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കണം. അപ്പോൾ നമുക്ക് എടുത്ത് നോക്കാം. അപ്പം ഇതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ 2020 മുതൽ നോക്കിക്കോളൂ. റവന്യൂ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2024 ഓൾ ടൈം പീക്കിലാണ്. നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 20ലും 21ലും നെഗറ്റീവ് ആയിരുന്നു, പിന്നീട് നെഗറ്റീവ് ആയിരുന്നു, പക്ഷേ പിന്നീട് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓവറോൾ നിങ്ങൾ പ്രോഫിറ്റ് തൽക്കാലം നോക്കണമെന്നില്ല, കാരണം അത് കുറേ ഫ്ലക്ച്വേഷൻസ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഉള്ളതാണ്. റവന്യൂ നോക്കുക, അപ്പോൾ ഓവറോൾ ആ കമ്പനിയുടെ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല സ്ട്രെങ്ത് ആണ് ഉണ്ടതെന്ന്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സെയിൽസ് ഗ്രോത്ത് 3 ഇയേഴ്സിൽ നോക്കുകയാണെങ്കിൽ 21%-ലാണ് കോമ്പൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് വെരി ഗുഡ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനോടൊപ്പം തന്നെ സ്റ്റോക്ക് പ്രൈസും മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റോക്ക് പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 3 ഇയേഴ്സിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ട്. 433 മുതൽ പീക്കിൽ 1000 വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല റിട്ടേൺസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റവന്യൂ അനുസരിച്ച് ഏർണിങ്സിനനുസരിച്ച് നല്ല റിട്ടേൺസ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലുള്ള ഒരു പ്രശ്നം നമ്മൾ PE റേഷ്യോ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ഗ്ലിച്ച് നിങ്ങൾ അവോയ്ഡ് ചെയ്തോളൂ. PE റേഷ്യോ ഈ കമ്പനിയുടെ ഓൾമോസ്റ്റ് 19 ലെവലിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 19 ലെവലിലേക്ക് PE റേഷ്യോ എത്തുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് മാർക്കറ്റ് എന്താണ്, ഈ ഒരു ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ കമ്പനി ഇനി അങ്ങോട്ട് 10-12% ഗ്രോ ചെയ്യുന്നതാണ് അസംഷൻ. അല്ലെങ്കിൽ ഈ 19 PE ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ അസംഷനിലാണ് ആ ഒരു സ്റ്റോക്കിനെ അവിടെ വരെ എത്തിച്ചത്. പക്ഷെ അതിന് ശേഷം എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വീണ്ടും നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് പോകാം. അതിൽ ക്വാർട്ടർലി റിസൾട്ട് എടുക്കാം. ഇപ്പോൾ കഴിഞ്ഞ 3 ക്വാർട്ടേഴ്സിലായി ഈ വർഷം ടാറ്റ മോട്ടോഴ്സ് ഉണ്ടാക്കിയ റിസൾട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഡിസംബർ ക്വാർട്ടറിൽ, ലേറ്റസ്റ്റ് ക്വാർട്ടറിൽ വെറും 2% ഗ്രോ ചെയ്തുള്ളൂ. അതായത് കഴിഞ്ഞ ഡിസംബറിനെ അപേക്ഷിച്ച് വെറും 2% സെയിൽസ് ഗ്രോത്തേ ഉള്ളൂ. സെപ്റ്റംബറിൽ നെഗറ്റീവ് വരുന്നുണ്ടായിരുന്നു, ജൂണിൽ 5%. അപ്പോൾ ഈ ഒരു വർഷത്തെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ, ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ വളരെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് രീതിയിലാണ്, ഒരു ഫ്ലാറ്റ് ഗ്രോത്ത് ആണ് കാണുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്ക് 19 PEയിൽ എത്തിയപ്പോൾ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഈ സ്റ്റോക്ക് അല്ലെങ്കിൽ ഈ ഒരു കമ്പനി അതിൻ്റെ റവന്യൂസ് 10-12% ഗ്രോ ചെയ്യുന്നതാണ്. പക്ഷേ കഴിഞ്ഞ 3 ക്വാർട്ടേഴ്സായിട്ട് എന്താ സംഭവിക്കുന്നത്? അത് 5% -3% എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 2-3% ഗ്രോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊരു പ്രശ്നമല്ലേ? തീർച്ചയായും പ്രശ്നമാണ്. അതാണ് ഫണ്ടമെൻ്റൽ റീസൺ ഈ സ്റ്റോക്കിൻ്റെ, ഈ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ ഷെയറിൻ്റെ പ്രൈസ് താഴേക്ക് പോകാൻ. ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ 6 മാസത്തെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ താഴേക്ക് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ PE എന്താണ്? 7.1-ലെത്തി. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് താഴേക്ക് പോകാനുള്ളതിൻ്റെ ഫണ്ടമെൻ്റൽ റീസൺ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി മനസ്സിലായില്ലെങ്കിൽ സിമ്പിളായിട്ട് പറയാം, ഇത്രയേ ഉള്ളൂ. ഒരു സ്റ്റോക്കിന്, ഒരു കമ്പനിയുടെ ഷെയറിന് മാർക്കറ്റ് സെറ്റ് ചെയ്യുന്ന ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, ഗ്രോത്ത് എക്സ്പെക്റ്റേഷൻ. അത് പാസ്റ്റിൽ നടന്ന കാര്യമല്ല, ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഗ്രോത്തിൻ്റെ എക്സ്പെക്റ്റേഷനാണ്. ആ എക്സ്പെക്റ്റേഷനേക്കാളും മുകളിൽ ആക്ച്വൽ കമ്പനീസ് ഗ്രോ ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോകും. എന്നാൽ എക്സ്പെക്റ്റേഷനേക്കാളും താഴെയാണ് കമ്പനി ഗ്രോ ചെയ്യുന്നതെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് എന്തായാലും താഴേക്ക് പോകും. പ്രത്യേകിച്ച് നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻ ഒരു ബെയർ മാർക്കറ്റ് കണ്ടീഷൻ ആണെങ്കിൽ, അതായത് ഓവറോൾ മാർക്കറ്റ് താഴേക്കാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കമ്പനീസ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ താഴേക്കും. അതിൻ്റെ ഏറ്റവും ക്ലിയർ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് നമ്മുടെ ടാറ്റ മോട്ടോഴ്സ്. ഇനി അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഈ റവന്യൂ വേണ്ടത്ര രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റാത്തത്? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റും കേരളത്തിലും ഇന്ത്യയിലൊക്കെ ടാറ്റ അടിപൊളി കാറുകൾ ഉണ്ടാക്കുന്നു. അടിപൊളി എന്നുള്ള കാര്യം നിങ്ങളുടെ ഒപ്പീനിയൻ അനുസരിച്ചിരിക്കും. പക്ഷേ എങ്കിലും കുറേ കാറുകൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, ആൾക്കാരത് വാങ്ങുന്നുണ്ട്. അതിൽ തന്നെ കുറച്ച് EVയിലൊക്കെ കുറച്ച് ഇന്നോവേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ കാർസ് ടാറ്റയുടെ കൂടിയേ വരുന്നുള്ളൂ, ആൾക്കാർ കാറ് കൂടുതൽ വാങ്ങുന്നേ ഉള്ളൂ. എന്നിട്ടും എന്താണ് ടാറ്റ മുകളിലേക്ക് പോകാത്തത്? എന്തുകൊണ്ടാണ് റവന്യൂ ഉണ്ടാക്കാൻ പറ്റാത്തത്? അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഡേറ്റ നോക്കണം. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നിങ്ങൾ കാണുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ റവന്യൂ മിക്സ് ആണ്. അതായത് ടാറ്റ മോട്ടോഴ്സ് എവിടെ നിന്നാണ് റവന്യൂ അഥവാ സെയിൽസ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, ഈ ലോറിയും ബസ്സും എന്നൊക്കെ 17.7% ആണ് ഉണ്ടാക്കുന്നത്. അതായത് 17.7% അതിൻ്റെ ടോട്ടൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇൻകം വരുന്നത് ഈ ലോറിയും ബസ്സും എന്നൊക്കെയാണ്. പാസഞ്ചർ വെഹിക്കിൾസ് നമ്മൾ കാണുന്ന ഈ ടാറ്റ ടിയാഗോ, നെക്സോൺ അതെന്ന് വരുന്നത് വെറും 11.8% ആണ്. അപ്പോൾ ബാക്കി മാക്സിമം വരുന്നത് എവിടെ നിന്നാണ്? നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ജാഗ്വർ ലാൻഡ് റോവർ. അപ്പോൾ നിങ്ങൾക്കറിയാം ഓൾറെഡി ടാറ്റ എന്താണ് ജാഗ്വർ ലാൻഡ് റോവറിനെ അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ 68%, ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 70% റവന്യൂ വരുന്നത് ജാഗ്വർ ലാൻഡ് റോവറിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ഈ കമ്പനി എന്ന് പറഞ്ഞാൽ മെജോറിറ്റി എന്താണ്?
ജാഗ്വർ ലാൻഡ് റോവർ തന്നെയാണ്. അതായത് ജാഗ്വർ ലാൻഡ് റോവർ നന്നായിട്ട് പെർഫോം ചെയ്താൽ, അതിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്താൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യും. അത് ഇൻക്രീസ് ചെയ്തില്ലെങ്കിൽ ഓവറോൾ എത്ര ടാറ്റ നെക്സോണും ടിയാഗോയും ഈ പറഞ്ഞ ബസ്സും ലോറി വിറ്റാലും ഒരുപക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, കാര്യമായിട്ട് റവന്യൂ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കമ്പനി കംപ്ലീറ്റ്ലി റിലൈ ചെയ്യുന്നത് ജാഗ്വർ ലാൻഡ് റോവറിൻ്റെ ഗ്രോത്തിലാണ്. അത് ഗ്രോ ചെയ്താൽ ഗ്രോ ചെയ്യും, അല്ലേ ഗ്രോ ചെയ്യില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ഈ ജാഗ്വർ ലാൻഡ് റോവറിൻ്റെ കാര്യത്തിൽ ഈ ക്വാർട്ടേഴ്സിൽ എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ചാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ജാഗ്വർ ലാൻഡ് റോവറിൻ്റെ മാത്രം റവന്യൂ കേട്ടോ. അപ്പോൾ ആ റവന്യൂവിൽ ഈ ലേറ്റസ്റ്റ് ക്വാർട്ടറിൽ, അതായത് FY25 നേരത്തെ കാണിച്ച ഡിസംബർ ക്വാർട്ടറിൽ, ആ ഡിസംബർ ക്വാർട്ടറിൽ ഉള്ള റവന്യൂ ആണ് ഇവിടെ കാണുന്നത്. അതിന് മുൻപുണ്ടായിരുന്ന കഴിഞ്ഞ വർഷത്തെ അതേ ഡിസംബർ ക്വാർട്ടറിൽ റവന്യൂ ആണ് ഇവിടെ കാണുന്നത്. ഇത് കാര്യമായിട്ട് ഗ്രോത്ത് ഒന്നുമില്ല, വെറും 1.5% ഗ്രോത്തേ നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ. പ്രോഫിറ്റിലും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, പ്രോഫിറ്റ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ ഇത്രയും ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രോഫിറ്റിൽ ആക്ച്വലി ഒരു ഡീഗ്രോത്താണ്, ഒരു ഡിക്രീസാണ് സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു ജാഗ്വർ ലാൻഡ് റോവറാണ് 70% സ്റ്റാർട്ടാന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 70% ഇത്രേ ഗ്രോ ചെയ്തുള്ളൂ എങ്കിൽ ഒബ്വിയസ്ലി എന്താണ്, റവന്യൂ അത്രേ ഗ്രോ ചെയ്യുള്ളൂ. ഇനി വേണം നിങ്ങൾക്ക് ഇതിൻ്റെയും കാരണങ്ങൾ തപ്പിപ്പോകാം, എന്തുകൊണ്ടാണ് ജാഗ്വർ ലാൻഡ് റോവറിന് ഗ്രോ ചെയ്യാൻ പറ്റാത്തതെന്ന് തപ്പിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനും അതിൻ്റെ റീസൺസ് കിട്ടും. നിങ്ങൾ നമ്മുടെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ലേറ്റസ്റ്റ് കോൺഫറൻസ് കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീനറുടെ വെബ്സൈറ്റിൽ നിന്ന് ട്രാൻസ്ക്രിപ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിരുന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും 4 റീസൺസാണ് അവർ പറയുന്നത് ഈ ഗ്രോത്ത് ഒന്നും ഇല്ലാത്തതിന്. അതിൽ 4 റീസൺസ് ഇവിടെ കാണാം. ഒന്ന്, ഈ ജാഗ്വർ ലാൻഡ് റോവർ ചൈന പോലത്തെ കൺട്രീസിലും, കാരണം ഇത് ഇന്ത്യയിൽ മാത്രം വിൽക്കുന്ന വണ്ടികളല്ലല്ലോ, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കാറുകൾ വിൽക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ചൈന പോലത്തെ കൺട്രീസിൽ എന്താണ്, അതിൽ ഡിമാൻഡ് വളരെ കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ അതിനൊരു ഇമ്പ്രൂവ്മെൻറ്റ് അവർ പറയുന്നത്, ഒരു മോഡറേറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇത് ടാറ്റ മോട്ടോഴ്സ് തന്നെ പറയുന്നതാണ്, നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം, കോൺഫറൻസ് കോളിലെ ട്രാൻസ്ക്രിപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതേസമയം ടാറ്റ മോട്ടോഴ്സിൻ്റെ മാനേജ്മെൻറ്റ് പറയുന്ന മറ്റൊരു പ്രശ്നം കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതിൻ്റെ പ്രശ്നമാണ്. അതായത് ഇവർക്ക് IC വെഹിക്കിൾസ്, കമ്പഷൻ എഞ്ചിൻ വെഹിക്കിൾസ്, ഓൾറെഡി ഉള്ള പെട്രോളും ഡീസലിനും റൺ ചെയ്യുന്ന വെഹിക്കിൾസിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഹൈബ്രിഡ് വെഹിക്കിൾസിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലത്തെ ഇലക്ട്രിക് വെഹിക്കിൾസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എല്ലാം കൂടി ഒരുമിച്ച് പാരലി ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ ഇഷ്യൂസ് സോൾവ് ചെയ്യാനുള്ളതിൻ്റെ സമയമെടുക്കും. അതിനൊരു മോഡറേറ്റ് കാര്യമേ പറയുന്നുള്ളൂ, അതായത് മോഡറേറ്റ് എക്സ്പെക്റ്റേഷൻ അവർ പറയുന്നുള്ളൂ. പിന്നെ ഇന്ത്യൻ പാസഞ്ചർ വെഹിക്കിൾസിനും അവർ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ടാറ്റ നെക്സോണും ടിയാഗോയും, എനിക്ക് അത് 2 മാത്രമേ പെട്ടെന്ന് ഓർമ്മ വരുള്ളൂ, ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനും ഡിമാൻഡ് മോഡറേഷൻ കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് കാര്യമായി, അതായത് ഓൾറെഡി കഴിഞ്ഞ 3 വർഷങ്ങൾ ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്നു, ആ ഡിമാൻഡിന് കുറച്ചുകൂടി മോഡറേറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതേപോലെ ഡിമാൻഡ് കൂടാൻ ചാൻസ് ഇല്ല എന്ന് തന്നെ അവർ തന്നെ പറയുന്നത്. അവർ തന്നെ കൊടുത്ത ഗൈഡൻസ് <5%, അതായത് നിയർ ടേമിൽ നെക്സ്റ്റ് ഇയറിലൊക്കെ 5%-നേക്കാളും കൂടുതൽ ഇന്ത്യൻ പാസഞ്ചർ വെഹിക്കിൾസും കൂടാൻ ചാൻസ് ഇല്ല എന്നാണ് അവർ തന്നെ പറയുന്നത്. ലാസ്റ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിളിന് ഇലക്ഷൻ ഇഷ്യൂസ്, അത് കാരണമുള്ള ഡിമാൻഡ് പോസ്റ്റ് തൽക്കാലം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇവർ തന്നെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊക്കെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ഇത് കേൾക്കുമ്പോഴാണ് ഇത് കാണുന്ന ഈ കോൺഫറൻസ് കോൾ അറ്റൻഡ് ചെയ്ത, അല്ല അത് വായിക്കുന്ന അനലിസ്റ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് കാര്യം മനസ്സിലാവും. എന്തായാലും ഈ പറഞ്ഞ പോലെ 10-12% ഇനി അങ്ങോട്ടുള്ള ഗ്രോത്ത് എന്താണ്, ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ പലരും ഈ സ്റ്റോക്ക് വിൽക്കുകയും ഈ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യും, അതുവഴി സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് പോവുകയും ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ മൊത്തം പിക്ചർ ഡാർക്കാണോ? അത്ര ഡാർക്കല്ല. നമ്മൾ ലേറ്റസ്റ്റ് വന്ന 2 അനലിസ്റ്റിൻ്റെ റിപ്പോർട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ബ്രോക്കറേജസ് തന്നെ ആയിരിക്കും, അവർ സ്ലൈറ്റ്ലി ബയസ്ഡ് ആയിരിക്കും, അവരെപ്പോഴും എന്താണ് സ്റ്റോക്സ് വാങ്ങാൻ എന്നുള്ള രീതിയിലാണ് പറയുക. എങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ 2 റിപ്പോർട്ട്സ് ഞാൻ കാണിച്ചു തരാം. ആ 2 റിപ്പോർട്ട്സിൽ അവരെന്ത് ചെയ്യും, അവർ എസ്റ്റിമേറ്റ് ചെയ്യും 2025, 2026, 2027 റവന്യൂ എന്തായിരിക്കും, അതുപോലെ തന്നെ പ്രോഫിറ്റ് എത്രയായിരിക്കും എന്നൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യും. ഇതൊക്കെ എസ്റ്റിമേറ്റ്സ് മാത്രം കേട്ടോ. എങ്കിലും എസ്റ്റിമേറ്റ് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത ഈ വരുന്ന 2025 മുതൽ 2027 വരെയുള്ള ഈ 2 വർഷങ്ങളിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഗ്രോത്ത് 13% ഒക്കെ ഉണ്ടാവുന്നതാണ് ഒരു എസ്റ്റിമേറ്റ് പറയുന്നത്. രണ്ടാമത്തെ എസ്റ്റിമേറ്റിൽ ഏതാണ്ട് അത്ര തന്നെ ഗ്രോത്ത് ഉണ്ടാവുന്നതാണ് പറയുന്നത്. ഇത് പ്രോഫിറ്റിലെ ഗ്രോത്താണ്, റവന്യൂവിൽ കുറച്ചുകൂടി കുറവായിരിക്കും ഉണ്ടാവുക. ഇനി ആക്ച്വലി ഇവർ ഈ പറയുന്ന പോലെ തന്നെ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ വാങ്ങുന്ന മേക്ക് സെൻസ്. ബിക്കോസ് ഈ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ P എന്ന് പറഞ്ഞാൽ 7 ഒക്കെയാണ്. 7P എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ആൾക്കാർ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഒരു 5% ഗ്രോത്ത് ഒക്കെ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഈ പറഞ്ഞ പോലെ 13% ഗ്രോത്ത് ഒക്കെ ആക്ച്വലി കമ്പനി കാണിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് വീണ്ടും മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് വെറും എസ്റ്റിമേറ്റ്സ് മാത്രമാണ്. ഇത് പ്രാക്ടിക്കലി ഇവർക്ക് നടത്താൻ സാധിച്ചില്ലെങ്കിൽ, പ്രത്യേകിച്ച് ജാഗ്വർ ലാൻഡ് റോവറിൽ ആ മാറ്റം വരുത്താൻ സാധിച്ചില്ലെങ്കിൽ, കാരണം അവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഹൈലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. രണ്ടാമത് ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജാഗ്വർ ലാൻഡ് റോവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വേറെ തന്നെ ലെവൽ ഓഫ് കോമ്പറ്റീഷൻസും വേറെ തന്നെ ഡൈനാമിക്സ് ആണുള്ളത്. അത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, നമ്മുടെ ഇവിടെ ഇരുന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടെ ആ ചലഞ്ചൊക്കെ നേരിട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ 13% ഒന്നും ഗ്രോ ചെയ്യില്ല. പക്ഷേ പോസിറ്റീവ് സൈഡിൽ ആലോചിക്കുകയാണെങ്കിൽ 13% ഗ്രോ ചെയ്താൽ ഈ സ്റ്റോക്ക് വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്ത് പഴയ ലെവലിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി ആസ് എ റീറ്റെയിൽ ഇൻവെസ്റ്റർ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യേണ്ടത്? ഇത് വളരെ സിമ്പിളാണ്.
ഈ പറയുന്ന പോലെ ഈ 13%, 10% ഗ്രോത്ത് ആക്ച്വലി ടാറ്റ മോട്ടോഴ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ, നല്ല സെയിൽസും നല്ല പ്രോഫിറ്റ് ഗ്രോത്തും ഇനി വരുന്ന നെക്സ്റ്റ് ക്വാർട്ടേഴ്സിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇറ്റ് മേക്സ് സെൻസ് ടു ബൈ ദി സ്റ്റോക്ക്. നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം, ഈ സ്റ്റോക്ക് അത്യാവശ്യം ചീപ്പ് വാല്യുവേഷനിൽ വാങ്ങാം. ഈ 7P വാങ്ങുന്നത് നല്ല റിട്ടേൺസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ നേരെ മറിച്ച് ഈ ഹൈ ഗ്രോത്ത് ഒന്നും ഉണ്ടാക്കുന്നില്ല, വീണ്ടും ഈ 5%, 6% ഗ്രോത്താണ് വീണ്ടും ടാറ്റ മോട്ടോഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇനിയും ആൾക്കാർ സെല് ചെയ്യാനാണ് ചാൻസ്, ഇനിയും സ്റ്റോക്ക് ഫോളോ ചെയ്യാനാണ് ചാൻസ്. സോ ആസ് എൻ ഇൻവെസ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വെയിറ്റ് ചെയ്ത് കാണുക എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഗ്രോത്ത് ഉണ്ടെങ്കിൽ വാങ്ങാം, ഇല്ലെങ്കിൽ വാങ്ങുന്നതിൽ സെൻസ് ഉണ്ടാക്കുന്നില്ല. ഇനി ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്, വളരെ സിമ്പിളാണ്. ഏത് കമ്പനിയാണെങ്കിലും, എത്ര വലിയ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിലും, എത്ര വലിയ ബ്രാൻഡ് നെയിം ഉള്ള കമ്പനിയാണെങ്കിലും, എത്ര നല്ല ട്രാക്ക് റെക്കോർഡുള്ള കഴിഞ്ഞ റിട്ടേൺസ് കഴിഞ്ഞ 5 വർഷത്തിലും 6 വർഷത്തിലും ഭയങ്കര റിട്ടേൺസും ഭയങ്കര പ്രോഫിറ്റ് ഗ്രോത്ത് തന്ന കമ്പനിയാണെങ്കിൽ പോലും ഇനി അങ്ങോട്ടുള്ള എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് കമ്പനി ഗ്രോ ചെയ്തില്ലെങ്കിൽ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ഫോൾ ചെയ്യാനാണ് എപ്പോഴും ചാൻസ് ഉള്ളത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ 20P അടുത്തൊക്കെ എത്തിയ സ്റ്റോക്സിന് എന്തായാലും 10-12% ഗ്രോ ചെയ്യണം. അത് ഗ്രോ ചെയ്യില്ല എന്ന് മാർക്കറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് അതിനെ താഴേക്ക് പുഷ് ചെയ്യുള്ളൂ. അതിൻ്റെ ലോജിക്കും വളരെ സിമ്പിളാണ്. കാരണം എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ ഗ്രോ ചെയ്യുന്ന കമ്പനീസ് ഉണ്ടാവും, എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ആൾക്കാർ അവരുടെ പൈസ ആ ഓപ്പർച്യൂണിറ്റീസിലേക്ക് ഷിഫ്റ്റ് ആണ് ചെയ്യുക. ഇത് നമ്മൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ HUL എടുത്താലും ഇത് തന്നെയാണ് സ്ഥിതി കാണാൻ പറ്റുന്നത്. ഇപ്പോൾ HUL ഭയങ്കര ഹൈ റിട്ടേൺസ് എന്ന കമ്പനിയാണ്. ഇപ്പോൾ 5 ഇയേഴ്സ് നോക്കിയിട്ട് കാര്യമില്ല, 10 ഇയേഴ്സിലൊക്കെ ഭയങ്കര വലിയ റിട്ടേൺസ് എന്ന കമ്പനിയാണ്. പക്ഷേ വീണ്ടും നമ്മൾ കഴിഞ്ഞ 6 മാസത്തിൽ നോക്കുകയാണെങ്കിൽ HUL നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ടാറ്റ മോട്ടോഴ്സിന് അത്ര തന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനും കാരണം എന്താണ്, വീണ്ടും ഗ്രോത്താണ് ഇഷ്യൂ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ HULൻ്റെ PE റേഷ്യോ നോക്കുകയാണെങ്കിൽ PE റേഷ്യോ 79 വരെ അടിച്ചിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ 2021. അത് പിന്നെ വിട്ടേക്കാം. കഴിഞ്ഞ സെപ്റ്റംബർ 2024 വരെ 67P അപ്പോൾ 67P എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 30% ഗ്രോത്ത് എങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അതിന് ജസ്റ്റിഫൈഡ് അല്ല. ഇനി ഈ 30% ഗ്രോത്തൊക്കെ ഈ കമ്പനിക്ക് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ 3 വർഷത്തിൽ ഒരു 8% ഗ്രോത്ത് ഇത് കാണിക്കുന്നുള്ളൂ. റവന്യൂവിലാണ് 10% ഗ്രോത്ത് കാണിക്കുന്നുള്ളൂ. ഈ കഴിഞ്ഞ ക്വാർട്ടേഴ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിലോ, കഴിഞ്ഞ ക്വാർട്ടേഴ്സിൽ നമുക്ക് നോക്കാം. ക്വാർട്ടേഴ്സിൽ നോക്കുകയാണെങ്കിൽ 1% ഡിസംബറിൽ, സെപ്റ്റംബറിൽ 1%, ജൂണിലും 1.3%. അതായത് ഇത്രയും ഹൈ Pയിൽ 60Pയിൽ 30% അല്ലെങ്കിൽ 25% ഗ്രോ ചെയ്യേണ്ട ഒരു കമ്പനി 1%, 2% ഗ്രോ ചെയ്യുകയാണെങ്കിൽ എന്തായാലും അവിടെ കറക്ഷൻ കാണാൻ സാധിക്കുന്നത് വളരെ കോമൺ സെൻസ് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. പിന്നെയും ഈ സ്റ്റോക്കൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ഇതിൻ്റെ ബ്രാൻഡ് വാല്യൂ, അതേസമയം ഇത് എപ്പോഴും ആവശ്യമുള്ള, കാരണം നമ്മുടെ സർഫെക്സിലും ലൈഫ് ബോയും ഹോർലിക്സൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി ആയതുകൊണ്ട് എപ്പോഴും ഇതിന് ഡിമാൻഡ് ഉണ്ടാവുന്ന ആൾക്കാർക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് വലിയ രീതിയിൽ ഒരു കറക്ഷൻ ഇതിന് കാണാൻ സാധിക്കാത്തത്. എങ്കിലും ഇനി വരുന്ന ക്വാർട്ടേഴ്സിലും 1%, 2%, 3% ഗ്രോത്തെ HULും കൊടുക്കുന്നുവെങ്കിൽ ഇനിയും സ്റ്റോക്ക് കറക്റ്റ് ചെയ്യുന്നുള്ള കാര്യം വളരെ കോമൺ സെൻസിക്കലായുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞ പോലെ തന്നെ ഇത് ടാറ്റ മോട്ടോഴ്സിനെ മാത്രം ഫേസ് ചെയ്യുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ പല സ്റ്റോക്കുകളും ഇങ്ങനെ നോക്കിയാൽ ഈ ഒരു കറക്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ ലോജിക്കും വളരെ സിമ്പിളാണ്. ഹൈ എക്സ്പെക്റ്റേഷൻസ് ഉള്ള കമ്പനിയാണ്, ആ എക്സ്പെക്റ്റേഷൻ്റെ താഴെയാണ് കമ്പനി ആക്ച്വലി പെർഫോം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് എപ്പോഴും കറക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് മാർക്കറ്റ് ഓവറോൾ ഒരു കറക്ഷൻ നേരിടുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ ആ സ്റ്റോക്സ് കറക്റ്റ് ചെയ്യും. അപ്പോൾ അവസാനം ഈ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അത്ര തന്നെ ഉള്ളൂ. ഒരിക്കലും ഞാൻ ഈ വീഡിയോയിൽ ടാറ്റ മോട്ടോഴ്സിനോ അല്ലെങ്കിൽ HUL പോലത്തെ വലിയ വലിയ കമ്പനീസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് പറയാം, നിങ്ങൾക്ക് പറയാം. പക്ഷേ ആസ് എൻ ഇൻവെസ്റ്റർ, ഒരു പഠിക്കുന്ന ഇൻവെസ്റ്റർ, ലേണിംഗ് ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുന്നത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി അങ്ങോട്ടും നിങ്ങൾ ഹൈ PE കമ്പനീസ് കാണുന്ന സമയത്ത് ഉള്ളിൽ ചോദിക്കേണ്ട ചോദ്യം, ഈ കമ്പനി നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ആ ഗ്രോത്ത് കാണുകയാണെങ്കിൽ ഒബ്വിയസ്ലി ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോകും. പക്ഷേ ആ ഗ്രോത്ത് ഇല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് പോകും. കമ്പനി എത്ര വലിയ കമ്പനിയാണെങ്കിലും വലിയ വലിയ ബ്രാൻഡ് ഇമേജ് ഉണ്ടെങ്കിലും. അപ്പോൾ അത്ര കാര്യം മാത്രമേ ഈ വീഡിയോയിൽ പറയാനുള്ളൂ. ഓവറോൾ ടാറ്റ മോട്ടോഴ്സ് വാങ്ങണോ വേണ്ടോ എന്ന് ഞാൻ പറയില്ല. നിങ്ങളുടെ അഭിപ്രായം ടാറ്റ മോട്ടോഴ്സിനെ പറ്റിയിട്ടും ഇനി അങ്ങോട്ട് ടാറ്റ മോട്ടോഴ്സ് നന്നായി പെർഫോം ചെയ്യില്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ബോക്സിൽ ഇടാൻ വേണ്ടി ശ്രമിക്കുക. ഓൾസോ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.